എൻ്റെ പേര് ഡോണിയ. ഞാൻ താമസിക്കുന്നത് പൈങ്ങോട്ടൂരാണ്. തൊടുപുഴയ്ക്ക് അടുത്തുള്ള സ്ഥലമാണിത്. അവിടെ ഞാനൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തി വരികയാണ്. 2 വർഷമായിട്ട് യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് കടക്കണം എന്നുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തിയെങ്കിലും ഈ പറഞ്ഞ പോലെ സാഹചര്യം ഒത്തുവരാനായിട്ട് കഴിഞ്ഞ 2 വർഷം മുമ്പാണ് എനിക്ക് അതിനായിട്ട് ഒരു സാഹചര്യം ഒത്തുവന്നത്. അപ്പം കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കും ചിലപ്പോ ഞാനതെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്ന് അങ്ങനെ തുടങ്ങിയതാവുന്ന അങ്ങനെ ഒരു ചിന്ത വരാം. പക്ഷെ ശരിക്കും അത് അങ്ങനെയല്ല സംഭവിച്ചത്. ഞാനും ഹസ്ബൻഡുമാണ് ഉള്ളത്. അപ്പോ ആൾക്കൊരു ആക്സിഡന്റ് ആയി, ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയി. അങ്ങനെ ആള് കഴുത്തിന് കീഴ്പോട്ട് തളർന്നു പോയി. അങ്ങനെ വന്ന സാഹചര്യത്തില് എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. അപ്പൊ എനിക്ക് ആ ജോലിക്ക് പോകാം, അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോകാം. പക്ഷെ ഈ പറഞ്ഞതുപോലെ അത്രയും നാള് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ച് ആ ഒരു ഏജില് വയ്യാണ്ടായി വീട്ടിലായി പോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ടും തളർന്നു പോകും. അങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ നിന്നാൽ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് നമുക്കറിയാവുന്ന ഒരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലതെന്ന് വിചാരിച്ച് ഞങ്ങള് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു സ്റ്റിച്ചിങ് സെന്റർ തുടങ്ങുകയാണ് ചെയ്തത്. അത് 2021 ഞങ്ങൾ സ്റ്റിച്ചിങ് സെന്റർ 2022 സ്റ്റിച്ചിങ് സെന്റർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 1 വർഷം ആയപ്പോഴേക്കാണ് എന്നാൽ പിന്നെ ഒരു ഓൺലൈനും കൂടെ തുടങ്ങാലോ എന്നുള്ള ഒരു ഐഡിയ വെച്ച് ഞങ്ങൾ ഡോൺസ് മാജിക് എന്നുള്ള പേരിൽ ഒരു ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡ് കൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഓൺലൈൻ ഡോൺസ് മാജിക് എന്നുള്ള പേരിൽ നമ്മൾ ചെയ്യുന്നത് കംഫർട്ട് വെയേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മറ്റേണിറ്റി വെയേഴ്സ് ഉണ്ട്, ഹോം വെയേഴ്സ് ഉണ്ട്, അതുപോലെ കഫ്താൻ, അങ്ങനെ പല ഐറ്റംസ് ആണ് നമ്മൾ ബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേണിറ്റി വെയേഴ്സിൽ തന്നെ സിബ് അറ്റാച്ച് ചെയ്ത് വരുന്ന മോഡൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ സെൻട്രൽ ഓപ്പൺ വന്നിട്ടുള്ളതും ചെയ്യുന്നുണ്ട്. അത് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടം അനുസരിച്ച് ആ കസ്റ്റമൈസേഷൻ നമ്മുടെ ഒരു പ്രധാന ഏരിയ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസൈനും നമ്മൾ പല വെറൈറ്റി ഡിസൈൻസ് നമ്മളുടെ പ്രൊഡക്റ്റിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കംഫർട്ട് വെയറിന്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് നമ്മൾ ഈ കാണുന്നത്. കഫ്താനാണ് ഈ മോഡൽ. ഇത് നമ്മൾ നോർമലി ഫ്രീ സൈസ് ആയിട്ടാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഷേപ്പിന്റെ അടുത്ത് നമ്മളൊരു ചെറിയ ടൈ കൊടുത്തിട്ടുണ്ട്, സെൻട്രൽ ആയിട്ട് ഒരു ടൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഷേപ്പിന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് അത് സാധിക്കും. പല സ്ത്രീകളെ സംബന്ധിച്ച് വീട്ടിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. വീനക്കാണ് നോർമലി നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ലെങ്ത് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് കംഫർട്ട് വെയറിന്റെ വേറൊരു വെറൈറ്റി മോഡലാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. ഇതിലും നമ്മൾ സെൻട്രലാണ് ടൈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനൊരു അഡീഷണൽ ആയിട്ടൊരു പോക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ ഒരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വന്നിരിക്കുന്നത് ചെറിയ പഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്ക് വീലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കഫ്താനിൽ നമ്മൾ മറ്റേണിറ്റി കൂടി അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുന്നതാണ് കാണുന്നത്. 2 സൈഡിൽ കൺസീൽഡ് സിബാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫീഡിംഗ് ടോപ്പ് ആയിട്ടാണ് നമ്മളിത് നമ്മുടെ സൈറ്റിൽ ഫീഡിംഗ് ടോപ്പിന്റെ കാറ്റഗറിയിൽ ഇത് അവൈലബിൾ ആണ്. കംഫർട്ട് വെയറിന്റെ വേറൊരു വെറൈറ്റി ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്ലീവിൽ നമ്മൾ ഫ്രിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഭംഗിക്കായിട്ട് നമ്മൾ ഈ സെന്റർ പോർഷനിലും ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് മറ്റേണിറ്റിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സെന്ററിൽ നമ്മൾ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി കസ്റ്റമൈസേഷൻ വെച്ച് നമുക്കിതിന് സൈഡിൽ സിബ് വെച്ചിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. ഈ മോഡലിൽ നമ്മൾ സെന്റർ ഓപ്പണിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ സെന്ററിൽ കുറച്ച് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലാണ് ഇതിന്റെ ടൈ വരുന്നത്. ഇത് കംഫർട്ട് വെയറിൽ വരുന്ന വേറൊരു വെറൈറ്റി ആണ്. ഇത് വന്നിട്ട് ബോട്ട് നെക്കും സ്ലീവില് ലേസും അതുപോലെ തന്നെ ഹെം ഏരിയയില് ലേസും വന്നിട്ടുണ്ട്. ബാക്കിൽ ടൈയും ഉണ്ട്. അതുപോലെ ഇതിൽ വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ സ്ലീവും വി നെക്കും അതുപോലെ തന്നെ 2 സൈഡില് ടൈയും ആണ്.
അതുപോലെ തന്നെ താഴെ തന്നെ ഫ്രില്ലും വന്നിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് ഫ്രില്ലായിട്ടുള്ള സ്ലീവാണ്. അതുപോലെ തന്നെ സ്വീറ്റ് ഹാർട്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബാക്കിൽ ടൈയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന 3/4 സ്ലീവും അതുപോലെ തന്നെ വി നെക്കും കൂടാതെ തന്നെ 2 സൈഡിലും ടൈയും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴെ നമ്മൾ ഇതിന് ഫ്രില്ല് കൊടുത്തിട്ടില്ല, എ ലൈനായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. മെയിനായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യാറുള്ളത് കോട്ടൺ മെറ്റീരിയൽസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് നല്ല കട്ടിയുള്ള തിക്നെസ് കൂടിയ കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ലൈനിങ് ഇല്ലാതെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ലൈനിങ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ നമ്മളുടെ പ്രൊഡക്റ്റിന് അഫോർഡബിൾ റേറ്റ് ആണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സാധാരണയായിട്ടുള്ള ആളുകൾക്ക് പോലും പർച്ചേസ് ചെയ്യാവുന്ന രീതിക്കാണ് ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് വരുന്നത് 399 ആണ്. അധികം റേറ്റിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് പ്രൈസ് റേഞ്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. സാധാരണ ഒരു എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്കാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസേഷൻ ആണ്. അതായത് ഓൺലൈനായിട്ട് നമ്മൾ കസ്റ്റമൈസേഷൻ കൊടുക്കാറുണ്ട്. നമ്മുടെ അടുത്ത് സമീപിക്കുന്ന ആളുകൾക്ക് അവർ പറയുന്ന ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് മാക്സിമം ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഓൺലൈനാണ് മെയിനായിട്ട് നമ്മുടെ ബിസിനസ് വരുന്നത്. ഡോൺസ് മാജിക് എന്നാണ് നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജ്. അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റും നമുക്കുണ്ട്, www.donsmagic.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. കൂടുതലും വെബ്സൈറ്റ് വഴി നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇൻസ്റ്റഗ്രാം വഴിയും പർച്ചേസ് ഉണ്ട്. വാട്സപ്പ് വഴിയും നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ അപ്ഡേറ്റ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.